നീക്കി അതുപോലെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ആവശ്യമുള്ള കഴുത്തിറക്കം എടുക്കുക. അതിൻ്റെ അവിടെ ഒത്തിരി ഷോൾഡർ വിരിവില്ലാത്ത ആൾക്കാണെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ ഇവിടെ മതി. ഇവിടെ 2.5 ഇഞ്ച് മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 1.25, ഒത്തിരി ഷോൾഡർ വിരിവൊന്നും ഇല്ലാതെ ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഒരു 1.25 എടുത്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ 2 രൂപ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ 1.25 ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇതല്പം ഇങ്ങനെ കയറ്റിയിട്ടിട്ട് വേണം ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാൻ. പിന്നെ ഇവിടുന്ന് ഷോൾഡർ എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ ഷോൾഡറിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂടുതൽ ഇട്ടിട്ട് വേണം അടയാളപ്പെടുത്താൻ. അതായത് 3-ൽ തീർന്ന് കിട്ടണമെങ്കിൽ 3.5 എന്ത് വേണം, ഷോൾഡർ എടുക്കണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കൈക്കുഴി നമ്മുടെ കൈക്കുഴി ഇതിപ്പോൾ ഇവിടെ കൈക്കുഴി 6.5 വേണ്ടത്. ഈ 6.5-ന്ന് 1.5 ഇഞ്ച് കുറച്ച് വേണം നമ്മളിവിടെ അടയാളപ്പെടുത്താൻ. കണ്ടോ, 5. അപ്പം 36 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് 40 ഇഞ്ച് ബ്ലൗസിൽ തീർന്ന് കിട്ടാവുന്ന രീതിയിൽ ആണ് അടയാളപ്പെടുത്തേണ്ടത്. അതായത് 10 ഇഞ്ച് ഇവിടെ 30 ഇഞ്ചാണ് വണ്ണമെങ്കിൽ ഒരു 32 ഇഞ്ച് വണ്ണത്തിൽ തീർന്ന് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അതായത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൽ എന്നിട്ടാണ് ഇങ്ങനെ വേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് ക്രോസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇങ്ങനെ മാർക്ക് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ, ഷോൾഡർ ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യണം, വരഞ്ഞിടും. ഇങ്ങനെ തന്നെ വരച്ചെടുക്കും. ഇവിടെ ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കും. ഇങ്ങനെ ഇവിടെ നേരെ ഇങ്ങനെ തന്നെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കും. ഇങ്ങനെ ഇവിടെ നമ്മൾ എന്തുമാത്രമാണോ ഇറക്കം, ഒരു 5 ആണെങ്കിൽ 5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുക. ഇതിൻ്റെ പണി കഴിഞ്ഞോട്ടെ. ഇത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ 1.25 ഇഞ്ച്, ഇവിടെ 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ കഴുത്തിറക്കം 5 ഇഞ്ച്, അവിടെ ഒരു 2.5 ഇഞ്ച്. നമ്മുടെ ഇഷ്ടം, നിങ്ങളുടെ കഴുത്തകരം എന്തൂരാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്ര വേണ്ടി എടുക്കണം. മനസ്സിലായോ? എന്നാൽ ഇത് ഫിക്സ്ഡ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ തയ്ക്കുന്ന നേരത്ത് ഇച്ചിരി കുറവാന്ന് തോന്നിയാൽ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ എന്തൂരം ഇറക്കമെന്ന് വെച്ചാൽ ആ ഇറക്കത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ബാക്ക് വശത്തിൻ്റെ ഇറക്കമാണ്. ആ ഇറക്കത്തിൻ്റെ ഇതിങ്ങനെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 എടുത്ത് വയ്ക്കുക. എന്നിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇനി ഇവിടുന്ന് ടക്കിൻ്റെ അകലം എത്രയാണെന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു 4 ഇട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 എടുക്കുക. അവിടെ നമ്മുടെ നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ബ്ലൗസാണ് ഇത് തയ്ക്കാൻ തന്നിരിക്കുന്നതാണ്. ഇവിടെ ഇത് നല്ല കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇറക്കം നോക്കുക. അപ്പോൾ കണ്ടോ, 2.25. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. കണ്ടോ, ഇവിടുന്ന് 1.5 ഇങ്ങോട്ട് വച്ചതിന് ശേഷം ഇവിടെ ഒരു 2.5. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 മാർക്ക് ചെയ്തു. മനസ്സിലായി? ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 മാർക്ക് ചെയ്തു.
ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇവിടുന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിടണം. നമ്മളിങ്ങോട്ട് വരച്ചല്ലോ, ആ വരച്ചിൻ്റെ ഇവിടുന്ന് 1.5 ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ തൊട്ടുള്ള അളവാണ് നോക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് എന്തായിരിക്കണം 3.5. വീണ്ടും 1.5 ഇങ്ങനെ വെക്കുന്നു, 1.5 ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ 2.5 അടയാളപ്പെടുത്തുന്നു. പിന്നെയും നമ്മൾ 1.5 ഇങ്ങനെ വെക്കുന്നു. ഇവിടുന്ന് ഇവിടം വരെ 3.25 അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്നു, ഇങ്ങനെ വരച്ചെടുക്കുന്നു, ഇങ്ങനെ വരച്ചെടുക്കുന്നു. കണ്ടോ, ഇതാണ് ഫ്രണ്ട് വശം, ഫ്രണ്ട് പോർഷൻ. അടുത്തത് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഒരു 4 ഇഞ്ച് അകലം വരും. ഇവിടുന്ന് ഇവിടം വരെ 4 ഇഞ്ച് ചുടുക്കയറ്റി 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് നമുക്ക് ബ്ലൗസിൻ്റെ നോക്കണം. കട്ടിങ് താഴേന്ന് ഇങ്ങനെ ഇവിടം വരെ എത്രയാണെന്ന് നോക്കണം. അതിന് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇറക്കം നോക്കണം. ഇത് 2.25 ഉണ്ട്. അപ്പോൾ ഇതൊരു 2.25 ആണെങ്കിൽ ഒരു 3 ഇഞ്ച് നീളത്തിൽ വരയ്ക്കണം. കണ്ടോ, ഇവിടെ നിങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നേരെ ഇങ്ങനൊരു മാർക്കിങ് ചെയ്യണം. കണ്ടോ, ഇനി ഇവിടെ കഷ്ടത്തിൻ്റെ അവിടെ വരാവുന്ന രീതിയിൽ ഇങ്ങനൊരു മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ള മാർക്കിങ് ഇങ്ങനെ. ഇനി ഇവിടുന്ന് 1.25 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 മാർക്ക് ചെയ്യുക. ഉണ്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വരാൻ പറ്റും. ഇവിടെ ഒരു 1/4 ഇഞ്ച് വരാൻ പറ്റും. അതേപോലെ ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, 1/4 ഇഞ്ച് ഇവിടെയും 1/4 ഇഞ്ച് ഇവിടെയും വരാവുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഇവിടം വരെ തീർന്നിട്ടാവുള്ളൂ. അടിച്ചു വരുമ്പോൾ ഇവിടം വരെ തീരാവുള്ളൂ, ഇവിടെ വരെ തീർക്കാവുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ടക്ക് നന്നായി ഫ്രണ്ടുള്ള, അതിന് ഞാൻ എളുപ്പത്തിലൊരു ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ ടക്ക് ഉണ്ട്, ഇതുണ്ടോ, ഉണ്ടോ. അപ്പോൾ ഇതിവിടെ എത്ര അല്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചു നോക്കുക, ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ആ ടക്കിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടക്കിൻ്റെ വലിപ്പം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ 1.5 ഇങ്ങോട്ടും 1.5 ഇങ്ങോട്ടും മാർക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മാർക്ക് ചെയ്യണം. നമ്മൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിക്കണം, ഉണ്ടോ. ഇതും അങ്ങനെ ഇവിടം വരെ അടിച്ചു ചേർക്കണം. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ വരെ അടിച്ചു ചേർക്കണം. എനിക്ക് ഇറക്കം നമുക്ക് എത്രയാണോ ആവശ്യം, അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ നേരെ ഇങ്ങനെ ഒരു വരയ്ക്കുക. പിന്നെ മടക്കിയടിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇത് അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് എന്തുമാത്രം ഇറക്കമാണോ ആവശ്യം അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി വരയ്ക്കണം. 1/4 ഇഞ്ച് കൂട്ടി വരയ്ക്കണം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടി വെച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നീക്കി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇതിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടുന്ന് ഇവിടം വരെ ഒരു 2.5 ഇഞ്ച് ഇറക്കത്തിൽ, 3 എടുത്താലും കുഴപ്പമില്ല, 2.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല ഇറക്കത്തിൽ ഇവിടുന്ന് നമ്മുടെ കൈക്കുഴി എന്തൂരാന്ന് വെച്ചാൽ ആ കൈക്കുഴി ഇങ്ങനെ മാർക്ക് ചെയ്യണം. 13 ഇഞ്ച് കൈയിറക്കമുള്ളവർക്ക് അതായത് 13 ഇഞ്ച് കൈ വണ്ണമുള്ളവർക്ക് കൈക്കുഴി 13 ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, നേർപ്പകുതി ഇങ്ങനെ കണ്ട് 6.5 ഇടണം. എന്നിട്ട് ഇവിടെ കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ ആ കൈവണ്ണം അടയാളപ്പെടുത്തണം. ലാസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇവിടെ തയ്യൽത്തുമ്പ് ഓരോ 1.5 ഇടണം. എന്നിട്ട് ലാസ്റ്റ് മടക്കി അടിക്കുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പം ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് വെട്ടാവുന്നു.